നമസ്കാരം. CPM-നെതിരെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആകാശ് തില്ലങ്കരിക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് സർക്കാരും പോലീസും. ആകാശ് തില്ലങ്കരിയെ പോലീസ് പിടികൂടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ആകാശിനെതിരെ ഉള്ള നിലപാട് CPM കടുപ്പിക്കുമ്പോൾ ഈ കൊട്ടേഷനിൽ നിന്ന് CPM-ന് കൈകഴുകാൻ ആകുമോ എന്നാണ് പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ആകാശ് തില്ലങ്കരി ഫേസ്ബുക്കിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ തോതിൽ വിവാദം ആണ് വിളിച്ചു വരുത്തിയത്. CPM കനത്ത തോതിൽ പ്രതിരോധത്തിൽ ആകുകയും ചെയ്തു. ആകാശ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ കൊട്ടേഷൻ ആഹ്വാനം നൽകിയവർക്ക് അതിനുള്ള ഗുണം കിട്ടി, എന്നാൽ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കിയവർക്ക് അത് പൂർത്തിയാക്കിയപ്പോൾ പിന്നീട് അവരെ പാർട്ടി കൈവിട്ടു എന്നാണ് വ്യക്തമാക്കിയത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ആകാശിൻ്റെ ഈ നടപടി അല്ലെങ്കിൽ ഈ പ്രസ്താവന വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അതേസമയം ആകാശിൻ്റെ കൂട്ടാളികൾ കൂടുതൽ പ്രതികരണങ്ങളുമായി ഫേസ്ബുക്കിൽ രംഗത്തെത്തി. അത് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കി. ആകാശിൻ്റെ കൂട്ടാളികൾ ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയത് ഈ കൊല്ലാൻ തോന്നിയാൽ പിന്നെ ഉമ്മ വെക്കണോ എന്നതായിരുന്നു. ഇപ്പോൾ പരവൂരിൽ നിന്ന് കലാധരൻ പങ്കെടുക്കുന്നു. കലാധരൻ, എന്തു തോന്നുന്നു? എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാർ. ഇവിടെ വിശുദ്ധന്മാരായിട്ട് കടവഞ്ഞ് നടക്കുകയാണ് CPM. അവർ ഒരു കൊല നടത്തിയിട്ടില്ല, ഒരാളെ കൊന്നിട്ടുമില്ല, അവരുടെ ആൾക്കാരാണ് മുഴുവൻ ചത്തത്. ശരി, കൊന്നത് കീറ്റുവനെങ്കിൽ ചത്തത് ആരാണെന്ന് പറഞ്ഞ പോലെ ഈ ഒരു തലക്കിൽ CPM ആണെന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും സ്പഷ്ടമായ കാര്യമാണ്. ഏത് കൊലപാതകം നടക്കുന്നു, ഏത് വിഷയം നടക്കുന്നു, അതിന്റെ ഒരു തലയ്ക്ക് CPM ആണ്, മറുഭാഗത്ത് മറ്റു പാർട്ടിക്കാരുമാണ്. അപ്പോ ഇവരെന്തുകൊണ്ട് ഈ പരിപാടി നടത്തുന്നു എന്ന് ജനങ്ങൾക്ക് ഇന്ന് തിരിച്ചറിയേണ്ട കാലം വൈകി. എന്നിട്ടും അവരെ ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊല എന്നുള്ളത് അവരുടെ ജന്മാവകാശമായിട്ട് മാറിയിരിക്കണം. അവർക്ക് എന്ത് തോന്നിയോസം കാണിക്കാം, അതിന് ഒരാൾക്കും ചോദിക്കാനും പറയാനും പറ്റില്ല. അങ്ങനെ പറയുന്നവരും ചോദിക്കുന്നവരും അവർ ഒതുക്കി കളയും. അതാണ് നടക്കുന്നത്. എന്ത് ചെയ്യാൻ, നമുക്ക് ജീവിക്കേണ്ട ഈ നാട്ടിൽ, ജീവിക്കാതെ പറ്റുമോ? അത്രേ പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു കാര്യം തന്നെ എപ്പോഴും പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കണ്ടു, പഴയ ചരിത്രങ്ങളും പഴയ കൊലയൊക്കെ നമുക്ക് മറന്നു പോയോ? ഒന്നും മറന്നിട്ടില്ല, ജനങ്ങളൊന്നും മറക്കുന്നില്ല. പക്ഷെ പേടിച്ച് വിറച്ചും ഉണ്ടായിരിക്കും. അതാണ് വസ്തുത. ഹലോ, താങ്ക് യു. ഏതായാലും CPM-നെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ തോതിൽ ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയമായിരിക്കുന്നു. ആകാശ് തില്ലങ്കരി ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിച്ച ആകാശിനെ പോലീസ് പിടികൂടുമെന്നും MV ഗോവിന്ദൻ തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പലതവണ ഈ ഷുഹൈബ് വധക്കേസ് പ്രതി കൂടിയായ ആകാശ് തില്ലങ്കരിയെ CPM തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പേർ പ്രതികരിക്കാൻ എത്തുന്നു. പാലക്കാട് നിന്ന് കണ്ണദാസൻ വിളിക്കുന്നു. കണ്ണദാസൻ, എന്താണ് നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? സാറ്, CPI 1939 രൂപീകരിച്ച് അരിവാളും കതിരുമായിട്ട്, പിന്നെ അരിവാളും കിട്ടിയ നക്ഷത്രമായി ഒരു വലിയൊരു ത്യാഗമാണ് സാറ് ചെയ്തിരിക്കുന്നത്. അന്ന് കർഷകരെ സംഘടിപ്പിക്കാൻ വേണ്ടി, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടി അരിവാളും കതിരുമായി. പിന്നെ സിനിമാ പ്രവർത്തനം വർദ്ധിപ്പിച്ചതാണ് അരിവാളും ചുറ്റിക നക്ഷത്രമാക്കി മാറ്റിയത്. ഇപ്പൊ സ്പ്ലിറ്റ് ആയത്, അതിൽ തന്നെ നിന്നവര് സ്പ്ലിറ്റായി പോയതാണ് ഇത്രയും പ്രശ്നങ്ങളായത് സാറേ. അവര് ലേലം 2025 മാപ്പ് പറഞ്ഞ് ലേലം വരികയാണെങ്കിൽ ജനങ്ങൾക്കാണ് ഗുണം കിട്ടുക സാറേ. 1939 വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. മുഹമ്മദ്, ഈ കൊട്ടേഷനിൽ കൈകഴുകാൻ ആകുമോ പാർട്ടിക്ക്? എന്താണ് തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം, പറയൂ മുഹമ്മദ്. പാർട്ടിക്ക് ഒരു വസ്തു അതുകൊണ്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിന്റെ മറുപടി നമ്മളെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞും ചെയ്തപ്പോ. പിന്നെ ഇതിങ്ങനെ വഴി തുപ്പി ഏതുണ്ടാക്കുക എന്ന് പറഞ്ഞവർ ഏതുണ്ടാക്കുക, അതിലെ ഈ കാര്യം അത്രേ ഉള്ളൂ. പിന്നെ അതൊരു വിവാദം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിവാദമൊന്നും ആയിട്ടുമില്ല.
അതിങ്ങനെ പറഞ്ഞു, അയാളതെങ്ങനെയും പറഞ്ഞു, അത് ഫേസ്ബുക്കിൽ വന്നു. അത് സംഭവം ശരിയായിക്കോ തെറ്റായിരിക്കോ എന്നുള്ളതൊന്നും വളരെ നന്ദി. ഏതായാലും മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ദുബായിൽ നിന്ന് അബ്ദുൾ റഹ്മാൻ വിളിക്കുന്നു. അബ്ദുൾ റഹ്മാൻ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന തർക്കമൊക്കെ ഒരുപക്ഷെ ദുബായിലിരിക്കുന്ന ആളുകൾ വളരെ കൃത്യമായി അറിയുന്നുണ്ടാകും. എന്ത് തോന്നുന്നു, ഈ കൊട്ടേഷൻ സംഘങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ വിപുലമാകുകയാണ്? ഇവർ പലരും CPI ബന്ധം അല്ലെങ്കിൽ CPM ബന്ധം ആരോപിച്ചാണ് അല്ലെങ്കിൽ അവകാശപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൈകഴുകാൻ എളുപ്പത്തിൽ ആകുമോ പാർട്ടിക്ക്? ഞങ്ങൾ കഴുകുക തന്നെ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവരെന്താണ് കഴുകാൻ മടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു CPM കൊലപാതകികൾ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. 100-ൽ കൂടുതൽ സഖാക്കള് രക്തസാക്ഷിയാക്കിയത് ആരാണ്? സുധാകരന്റെ കണ്ണൂരിലെ ബോംബ് മുതലും RSSന്റെ വെട്ടുകത്തിയിലും തീർന്ന എത്രയെത്ര സഖാക്കള്. അതിനൊന്നും ആയിരിക്കും സഖാക്കള് മരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് 1 മണിക്കൂറോ 1 ദിവസത്തെയോ ചർച്ച. അത് കോൺഗ്രസിന്റെ അതിന് പ്രതിരോധിച്ചപ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കും. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സുധാകരനും BJP ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP തളരുമ്പോൾ, കോൺഗ്രസ് തളരുമ്പോൾ CPM കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്ക് തന്നെ ഭരണത്തിലേക്ക് ഏറാൻ പോവുകയാണ്. അത് ഈ UDF-ഉം മാധ്യമങ്ങളും അതൊക്കെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ ഇതുമായി പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല സുഹൃത്തെ ഈ മരിച്ച സഖാക്കളൊക്കെ സ്വയം കത്തിയെടുത്തിട്ട് വെട്ടി മുറിച്ച് മരിച്ചതാണോ? അപ്പൊ ഈ കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത് BJP-ന്റെയും RSSന്റെയും മറ്റേ UDF-ന്റെയും കൊട്ടേഷൻ സംഘങ്ങളില്ലേ? സുധാകരൻ എന്ന് പറഞ്ഞ നേതാവ് തന്നെ ഒരു ഗുണ്ടല്ലേ? അതൊക്കെ ശരി, അതൊക്കെ ഒരു തർക്കത്തിന് നമ്മൾ ശരിയെന്ന് സമ്മതിച്ചാലും ഇവരൊക്കെ ഇനിയും രംഗത്തിറക്കും. ഇവരൊക്കെ ഇതുപോലുള്ള സാധനങ്ങളെ ഇനിയും CPM-ന് എതിരായിട്ട് ഇറക്കും. പക്ഷെ CPM-ന് ഒന്നും. ഏതായാലും വളരെ നന്ദി അബ്ദുൾ റഹ്മാൻ, താങ്കൾ ദുബായിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മലപ്പുറത്ത് നിന്ന് ബഷീർ ചേരുന്നു. ബഷീർ, എന്താണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? ഈ കൊട്ടേഷൻ സംഘങ്ങൾ, അത് CPM ആയിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ, അവരെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധം അവർ പ്രഖ്യാപിക്കുന്നു. ഇതിൽ നിന്ന് കൈകഴുകാൻ പാർട്ടികൾക്കാകുമോ? ഇത് ശരിക്കും എന്താ വെച്ചാൽ സാറേ, പാർട്ടിക്ക് ഇതിലൊരു പങ്കുമില്ല. പാർട്ടി വെച്ചാൽ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അനുഭാവിയായിരിക്കും. ഏത് BJP RSS ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭാവിയായിരിക്കും. പക്ഷെ അയാൾ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെടുമ്പോൾ അത് പാർട്ടിയുടെ ലേബിളിൽ വരാൻ പാടില്ല. കേരളത്തിൽ ഏതൊരു മനുഷ്യനെ രാഷ്ട്രീയം ഇല്ലാത്തത്? ഏത് RSSും BJP കോൺഗ്രസ് ലീഗ് എല്ലാത്തിലും ഉണ്ട്. ഒരാൾ കുടുങ്ങുമ്പോൾ മാത്രം അയാളുടെ പാർട്ടി എടുത്ത് അയാളെ പറ്റുന്നത് ശരിയല്ല. പാർട്ടി ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യില്ല. മാഷ് പറഞ്ഞില്ല, മാഷ് തള്ളി പറഞ്ഞല്ലോ, പാർട്ടി ഒരിക്കലും അയാളെ സംരക്ഷിക്കില്ല എന്ന്. ഏത് പാർട്ടി ഏതൊരുത്തെടുത്താലും ഒരു കുറ്റകൃത്യം നടത്താൻ അയാളൊരു പാർട്ടിന്റെ ഒരു അനുഭാവി ആയിരിക്കും അയാള്. അത് വെച്ചിട്ട് പാർട്ടിന്റെ മേലെ തള്ളി പറഞ്ഞത് ശരിയാണോ? 91 സീറ്റുള്ള പാർട്ടി 99 സീറ്റിലേക്ക് വന്നു. ഇനിയിപ്പോ സ്വർണ്ണക്കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പൊ ഇതാ ഇനി 100ലേക്ക് മേലേക്ക് പോകുന്നു. ഇതൊന്നും പാർട്ടിനെ പാർട്ടിയുമായി ബന്ധമില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി മലപ്പുറത്തു നിന്ന് വിളിക്കുകയും ഈ പൊതുവേദിയിൽ പങ്കെടുക്കുകയും ചെയ്തതിന്. വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ ചേരുന്നു. ബാലകൃഷ്ണൻ, ഈ കൊട്ടേഷൻ സംഘങ്ങളെ എങ്ങനെ കൈകഴുകാനാകും പാർട്ടിക്ക്? എന്താണ് അത് സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഇതൊന്നും പാർട്ടിനെ ബാധിക്കുന്ന പ്രശ്നമല്ല സാറേ. പാർട്ടി ഓരോ കുറ്റം ചെയ്യുമ്പോൾ കേരളത്തിൽ ജനങ്ങൾ ഒരു പ്രേക്ഷകൻ പറയുന്ന കേട്ടില്ലേ, 91 99 അടുത്ത കൊലപാതകം ചെയ്ത് അതിനെ ന്യായീകരിക്കുമ്പോൾ 99 110 ഇനി മറ്റൊരാളെ കൊന്നാൽ അതിനെ ന്യായീകരിച്ച് വേറൊരു സെക്രട്ടറി വരുമ്പോൾ പറയുമ്പോൾ 140 മൊത്തത്തിൽ കേരളത്തിൽ കിട്ടും. കേരളം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് അവരെ ധാരണ. അതിനൊന്നും വിടൂല. ഇത് CBI അന്വേഷണം തടഞ്ഞതാര്? എന്തിനു തടഞ്ഞ്? ഇപ്പൊ തന്നെ നോക്കൂ, ശിവശങ്കറിനെ ആദ്യം സപ്പോർട്ട് ചെയ്ത ആരാ? രണ്ടാമത്തേൽ അദ്ദേഹത്തിന് ജയിലിൽ പോയി വന്നതിന് ശേഷം തിരിച്ചെടുത്താരാ? ഇപ്പൊ എവിടെയാ ഉള്ള ശിവശങ്കരൻ? അപ്പൊ ഇതുകൊണ്ട് ഇത് പറയുന്ന ആൾക്കാർക്കുള്ള താൽക്കാലികമായിട്ട് ചിരിക്കാം. അവരെ അന്ത്യനാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. കോട്ടയത്ത് നിന്ന് ബെന്നി ചേരുന്നു. ബെന്നി, എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണോ, അതോ പാർട്ടിക്ക് ഇവരെ പെട്ടെന്ന് കൈകഴുകാൻ കഴിയില്ല എന്നതാണോ? എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ സംഘടനകളോ ഇതിന്റെ ഒന്നും ഭാഗമാകാറില്ല. പക്ഷേ പാർട്ടി സംഘടനകളിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ളവര് ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതായത് ഒരു പ്രേക്ഷകൻ ഇപ്പൊ പറഞ്ഞില്ലേ പാർട്ടി ഇതിലൊന്നും ഭാഗമാകത്തില്ല. ശരി തന്നെയാ, പാർട്ടി ഭാഗമാകത്തില്ല. പക്ഷെ എല്ലാ സംഘടനകളിലും പാർട്ടികളിലും ഏത് മതസംഘടനകളായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളായിട്ടല്ലേ എല്ലാ സംഘടനയിലും വ്യക്തികളാണ് ഈ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ വ്യക്തികൾ അവിടെ
ശുദ്ധരല്ലാത്ത സംഘടനകൾ ഒന്നും നമുക്കിവിടെ പറയാനില്ല. വളരെ നന്ദി ബെന്നി, കോട്ടയത്ത് നിന്ന് വിളിക്കുകയും ഈ പൊതുവേദിയിൽ താങ്കളുടെ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. തൃശ്ശൂരിൽ നിന്ന് സുനിൽകുമാർ ചേരുന്നു. സുനിൽകുമാർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ തൃശ്ശൂരിൽ ഒക്കെയുള്ള പാർട്ടി പ്രവർത്തകരും ആളുകളുമൊക്കെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല സാറേ, നമ്മുടെ മതേതര രാജ്യമാണ് ഇന്ത്യ. മഹാഭാരതം പറഞ്ഞ മതേതര രാജ്യമാണ്. അവിടെ ഭാഷകളുണ്ട്, സമൂഹങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നിൽക്കുന്ന ഏതും ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യ മഹാരാജ്യം. അവരെ തള്ളിപ്പറഞ്ഞു കൊടുക്കാൻ പല ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ രാജ്യം നന്നാവാൻ വേണ്ടി ഒരാളും അതിന് മുൻകൈ എടുക്കുന്നില്ല. വളരെ നന്ദി സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചതിന്. മറ്റൊരാൾ കൂടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു, സുബൈർ. സുബൈർ, തൃശ്ശൂരിൽ നിന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാട്ടൂർ. എന്താണ് സുബൈർ, അവിടെയൊക്കെ ആളുകൾ പൊതുവെ ഇതിനെയൊക്കെ പറ്റി പറയുന്നത്? ഈ കൊട്ടേഷൻ സംഘങ്ങൾ അവർ പാർട്ടി ബന്ധം അവകാശപ്പെടുന്നു, പാർട്ടി പക്ഷേ അവരെ തള്ളിപ്പറയുന്നു. അങ്ങനെ ഇവർക്ക് കൈകഴുകാനാകുമോ എന്നാണ് ആളുകളുടെയൊക്കെ അവിടുത്തെ ഒരു പ്രതികരണം. നമസ്കാരം. 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 അതായത് ഇപ്പൊ അവരിതൊക്കെ പറയും, അവര് നല്ല കാലത്ത് അവനെ കൊണ്ടൊക്കെ ചെയ്യിച്ചല്ലോ. അവര് ബി ടീമാണല്ല, ഈ CPM-ന്റെ ബി ടീമാണല്ല ഈ ഇലങ്കേരിന്റെ കൊട്ടാണ്ട് അന്ന് ചെയ്യിപ്പിച്ച നല്ല കാലത്ത് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചു. പിന്നെ കഴിഞ്ഞാൽ ഇറക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല മാർക്കറ്റിൽ കൊണ്ട് തള്ള. എന്നാലും കുറെ നായകളെ പിടിച്ച് എന്തെങ്കിലും നല്ല ബോംബ്രൈന് നല്ല നായകളൊക്കെ ഉണ്ട്. സീറ്റ് കൊടുക്കാൻ പറ്റുന്ന അതിന്റെ കൊണ്ട് എയർപോർട്ടിന്റെ അവിടെ ഒക്കെ തള്ളിക്കളഞ്ഞ്. അതുപോലെ ഇപ്പൊ ഇങ്ങനത്തെ തള്ളിക്കളയാം. ഇത് അവര് ബി ടീമാണല്ലോ ചെയ്തത്. അവര് ചെയ്ത് ഇപ്പൊ എന്താ പറഞ്ഞത്, ഞങ്ങൾ പുറത്താക്കിയെന്ന്. എന്ത് പുറത്താക്കി? ഷുഹൈബിനെ കൊന്നത് അവർ തന്നെയല്ലേ? അവര് പറഞ്ഞിട്ടല്ല കൊന്നത്. അതിന് എത്ര കാശ് കിട്ടിയെന്ന് നോക്കി, എന്ത് പ്രതിഫലം കിട്ടിയെന്ന് നോക്കി. എന്തുകൊണ്ട് ഇപ്പൊ ഇതായത് പുറത്തു വരാൻ കാരണം അതിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ അവിടെ ഇവിടെ ഒക്കെ ജോലി മേടിച്ചു കൊടുത്തവര്. എവിടെ സഹകരണ ബാങ്കിലും അവരെ ഗവൺമെന്റിലെ അവിടെയൊക്കെ ഉണ്ട്, അവിടെ കുത്തി കയറ്റി കൊടുത്ത്. ഇവനൊന്നും കിട്ടിയില്ല. അപ്പൊ പുറത്തേക്ക് വരില്ല ഓട്ടോമാറ്റിക്കായിട്ട്. വളരെ നന്ദി സുബൈർ, താങ്കളുടെ അഭിപ്രായം തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയും ഈ പൊതുവേദിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തതിന്. ഏതായാലും ഒരു ചെറിയ ഇടവേളയിലേക്ക് നീങ്ങുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി തുടരും. പൊതുവേദി തുടരുന്നു. കൊട്ടേഷൻ ബന്ധങ്ങളിൽ നിന്ന് പാർട്ടിക്ക് പെട്ടെന്ന് കൈകഴുകാനാകുമോ എന്നതായിരുന്നു പൊതുവേദി ചർച്ച ചെയ്തത്. റംല അരൂരിൽ നിന്ന് ചേരുന്നു. റംല, എന്താണ് റംലയുടെ ഒരു അഭിപ്രായം? ഈ കൊട്ടേഷൻ ആളുകളെല്ലാം അവർക്ക് ആഹ്വാനം നൽകിയത് പാർട്ടിയാണെന്നൊക്കെ തരത്തിൽ ഫേസ്ബുക്കിൽ പുറത്തു വരുന്നു. അതേസമയം അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നു. ഈ കൊട്ടേഷനിൽ നിന്ന് CPM-നെ പെട്ടെന്ന് കൈകഴുകാനാകുമോ, അതോ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ നയിക്കുമോ? എന്താണ് റംലയ്ക്ക് തോന്നുന്നത്? സാറേ, എനിക്ക് പറയാനുള്ളതേ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ സാറേ, ഈ കക്കാൻ അറിയാവുന്നവർക്ക് നിൽക്കാനും അറിയാന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നടപടി. മനസ്സിലായ? ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെയിട്ട് ഇടങ്ങേറാക്കിയിട്ട് ഇവരെ ഇല്ലാതാക്കി മനുഷ്യനെ ഇങ്ങനെ കൊന്ന് ഇങ്ങനെ ഒരു ഭരണം ഇവര് എവിടെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഭരണമാണ്. ഇപ്പൊ ഒരു ശ്വാസം വിടണമെങ്കിൽ വരെ ഇനി ഇവര് പൈസ ഈടാക്കും ഇല്ലേ? വെള്ളത്തിനും മറ്റേ നിത്യോപയോഗ സാധനങ്ങൾ, ഗ്യാസ്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം അടക്കം മരുന്നടക്കം വില കൂട്ടി കൊണ്ടുവരുന്ന ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു ദുർഭരണം ഏത് കാലത്ത് അവസാനിക്കും? ഇത് എവിടെ കൊണ്ട് എത്തിക്കാനാണ് ജനങ്ങൾക്ക്? കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് എന്താണ് റംലയ്ക്ക് പറയാനുള്ളത്? കൊട്ടേഷൻ സംഘങ്ങള് അവർക്ക് ഓരോ കാര്യം നടത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഈ അതിക്രമങ്ങളെല്ലാം ചെയ്യിച്ചിട്ട് നോക്കി നിൽക്കുന്നവര് കാര്യക്കാരാകും. കൊട്ടേഷൻ സംഘത്തിന് ഉപയോഗിച്ച് ചെയ്യിക്കുന്ന ആൾക്കാർക്ക് അവര് ഒരു സപ്പോർട്ടും ചെയ്യാറുമില്ല. അവരെ പുറത്താക്കാനും അവരെ ആക്ഷേപിക്കാനും കൂട്ടുന്ന സർക്കാർ അവരെ ഇതാക്കുകയും ചെയ്യും. അപ്പൊ റംല, വളരെ നന്ദി അരൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ആലപ്പുഴയിൽ നിന്ന് നജീബ് വിളിക്കുന്നു. നജീബ്, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, നജീബ് അല്ലേ? അതെ അതെ അതെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴ വെള്ളക്കിണർ. എന്താണ് ഈ നജീബിന് പറയാനുള്ളത്? ഈ കൊട്ടേഷൻ സംഘങ്ങളും അവരുടെ ഈ പാർട്ടി ബന്ധങ്ങളെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? അവിടെയൊക്കെ പാർട്ടി ബന്ധങ്ങളുണ്ടോ കൊട്ടേഷൻ സംഘങ്ങൾക്ക്? ഞാൻ സാർ, ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് മെമ്പറെ കൊലപാതകം ചെയ്യുന്ന ഏത് പാർട്ടിയുടെയാണ് സാറിന് അറിയാം? ഒരു MLA കൊല്ലുന്ന ഏത് പാർട്ടിയുടെ ആണെന്നറിയാം? ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ അല്ല, ഇന്ത്യയിൽ ഒരു പഞ്ചായത്ത് മെമ്പറിനെ കൊല്ലുന്ന CPM-ന്റെയാണ്. ഒരു MLA കൊല്ലുന്ന CPM-ന്റെയാണ്. കോൺഗ്രസിൽ നിന്ന് മാറി CPM-ലോട്ട് ചേർന്നിട്ട്. ഓർമ്മേണ്ട? അല്ല, അതൊന്നും ആളുകൾ നിരാകരിക്കുന്നില്ല. പക്ഷെ പാർട്ടി ആഹ്വാനം ചെയ്ത് മറ്റുള്ളവരെ ന്യായീകരിക്കാൻ ഇത് മതിയോ? അല്ല, ഒരാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഈ മൊത്തത്തിൽ കലക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? അത് ശരി. ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്നത് മൊത്തം പാർട്ടിയെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ഒരു പാർട്ടിയുടെ പേര് സാറൊന്ന് പറയാവാ ഈ കേരളത്തില്? ഒരാളെ എന്ന് പറഞ്ഞ്
ഏതാണ്? പിന്നെ CPM-ന്റെ കൊലപാതകം നടത്താത്ത ഒരു പാർട്ടിയുടെ അല്ല, ഏതെങ്കിലും അത് നജീബ് പറയുന്നത് ശരിയാണ്. എല്ലാ പാർട്ടികളും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയ ചില പാർട്ടികൾ ഈ നമ്മുടെ ഈ ചാഞ്ഞൊക്കെ കിടക്കുന്ന മരത്തിൽ ഓടിക്കേറാൻ സുഖമാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഗവൺമെന്റിന് സ്വല്പം ഒരു ക്ഷീണം സംഭവിക്കുന്നു എന്ന് കണ്ടപ്പോൾ അടുത്തെടുത്തിട്ടിരിക്കുക. ശരി, അത്രേ ഉള്ളൂ. ഏതായാലും വളരെ നന്ദി നജീബ്, ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയും ഈ താങ്കളുടെ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മലപ്പുറത്ത് നിന്ന് ഷിഹാബ് വിളിക്കുന്നു. ഷിഹാബ്, ഈ കൊട്ടേഷൻ ബന്ധങ്ങളെ എങ്ങനെയാണ് ഷിഹാബ് കാണുന്നത്? മലപ്പുറത്ത് എവിടെ നിന്നാണ് ഷിഹാബ് വിളിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഞാൻ മലപ്പുറം വെളിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. വെളിയങ്കോട്. അത് ഈ വെളിയങ്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊന്നാനിക്ക് സമീപം അങ്ങോട്ടില്ലേ, ചങ്ങരംകുളം അങ്ങോട്ട് പോകുന്ന വഴി. എന്താണ് ഷിഹാബ് പറയാനുള്ളത്? അവിടെയൊക്കെ ആളുകൾ എങ്ങനെയാണ് ഈ കൊട്ടേഷൻ ബന്ധത്തെ പറ്റിയൊക്കെ പ്രതികരിക്കുന്നത്? കൊട്ടേഷൻ സംഘത്തെ കുറിച്ച് പല രൂപത്തിലും ചില ആളുകൾ പല രൂപത്തിലും അതിന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ഇപ്പൊ നമ്മളിപ്പോ കണ്ട ഈ വ്യക്തികളെ കണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരൊരു കാലഘട്ടത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി ചെല്ലും ചെലവും കൊടുത്ത് പാർട്ടി വളർത്തിയെടുത്ത ആളുകളാണ്. അവർ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ അവർ തന്നെയാണ് പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത് പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അവർ ജോലിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ വയ്യാതരാക്കി കൊണ്ടുപോയി. അപ്പൊ പാർട്ടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോ ഇതിലിപ്പോ ആരും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പാർട്ടി അത് അവരെ ഉപയോഗിച്ച് അവരെ പാർട്ടി തള്ളി പറയുന്നു. ഇത്രയും നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ. വളരെ നന്ദി ഷിഹാബ്, അവിടെ നിന്ന് വിളിക്കുകയും ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്ത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ ചേരുന്നു, ജോസഫ്. ജോസഫ് എവിടെ നിന്നാണ്? തൃശ്ശൂരിൽ നിന്നാണോ വിളിക്കുന്നത്? തൃശ്ശൂരിന്റെ ഹാർട്ടിൽ തന്നെയാണ്, ഹാർട്ട് ഭാഗത്താണ്, ഹൃദയഭാഗം. തൃശ്ശൂരിന്റെ ഹാർട്ടിൽ നിന്നാണ്. അതെവിടെ? ഈ ഹാർട്ട് എവിടെയാണ് തൃശ്ശൂരിന്റെ? ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിന് ഹാർട്ട്. കോർപ്പറേഷൻ ഓഫീസാണ് തൃശ്ശൂരിന്റെ ഹാർട്ട് അല്ലേ? ലിവറിന് കംപ്ലൈന്റ് ഉള്ള ആളാണ്, പക്ഷെ ഹാർട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അത് ശരി, അത് ശരി. ഈ തൃശ്ശൂരിന്റെ ഹാർട്ടിൽ ആളുകൾ എന്താണ് പറയുന്നത്? ഈ കൊട്ടേഷൻ സംഘവും പാർട്ടി ബന്ധവും ഒക്കെ ഇങ്ങനെ വലിയ തോതിൽ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചയാകുമ്പോൾ ഇത് പാർട്ടികൾ കൈ കഴുകാനാകുമോ? എന്റെ ഹാർട്ടിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം തൊട്ട് 40 ഹാർട്ടുകൾ നേർത്തുണ്ട് CPM-ന്റെ. ഇവിടെ ഒന്നും ചോരയ്ക്ക് വിലയില്ലേ സുഹൃത്തെ? ഇവിടെ ഒന്നും കൊട്ടേഷൻ ഇല്ലേ? ഇവരുടെ ചോരയ്ക്ക് വിലയില്ലേ? ഈ 40 പേരുടെ നമുക്ക് ചർച്ച വേണ്ടേ? അല്ല പോട്ടെ, ഗൂഢാലോചന ഇവിടെ മാത്രമേ ഉള്ളൂ. CPM-കാർ കൊന്നാൽ മാത്രമാണ് ഗൂഢാലോചന ഉള്ളൂ. ഇവിടെ ഒരു പ്രമുഖ പാർട്ടി, ഞാൻ പേര് പറഞ്ഞാൽ ക്ഷമിക്കില്ല, അതിന്റെ പ്രസിഡന്റ് ഒരു കൊലയുടെ 2 ദിവസം അവിടെ വന്നിരിക്കുന്ന സ്ഥലത്ത്. ഇപ്പൊ കണ്ണൂര് ഉദാഹരണത്തിന് ഇപ്പൊ തൃശ്ശൂര് മരത്താക്കര സ്ഥലത്ത് ഇരിക്കും. അവിടെ ഒരു കൊല നടന്നില്ലെങ്കിൽ അതിന് 2 ദിവസം ആ പാർട്ടിയുടെ പ്രസിഡന്റ് വന്നിരിക്കും. അത് കാരണം എനിക്കറിയില്ല, നിങ്ങളെ അന്വേഷിച്ചാണ്ട് പിടിച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ ഭഗവാന്മാരുടെ റീച്ചൊന്നും ബ്രസീൽ അതിന്റെ എത്തില്ല എന്ന് ചില വടകരക്കാർക്ക് മനസ്സിലാക്കിയാൽ മതി. അവരുടെ റീച്ച് ഇവിടെ അപ്പുറം പോണില്ല. ബ്രസീൽ അതിന്റെ റീച്ച് എത്തണില്ലേ വലിയ ഭഗവാന്മാരുടെ കുട്ടികൾ മനസ്സിലാക്കിയാണ്. വളരെ നന്ദി. ഏതായാലും ജോസഫ് തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപ് ചേരുന്നു. പ്രദീപ്, എന്ത് തോന്നുന്നു? ഗോപി അല്ലേ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത് ഗോപി? എന്താണ് ഗോപിയുടെ ഒരു അഭിപ്രായം? ഈ കൊട്ടേഷൻ സംഘങ്ങളും പാർട്ടിയെ ദുരുപയോഗം ചെയ്യുകയാണോ അതോ? അല്ല സാറേ, ഈ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് തമ്മിലല്ല അടി ഉണ്ടായിട്ട് അത് പാവപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റിനെ മോശമാക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഗവൺമെന്റ് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരുപാട് ജനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗവൺമെന്റ് എങ്ങനെയെങ്കിലും അടിച്ചു തറപറ്റിക്കാനുള്ള ഗവൺമെന്റിനെ അടിച്ച് തറപറ്റിക്കാനാണ് ഇത് നടത്തുന്നത് അല്ലേ? സംവിധായകൻ ബാലചന്ദ്ര കുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോകാം. സുപ്രീം കോടതിയിൽ ദിലീപിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. മഞ്ജു വാര്യരെ വിസ്തരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് താങ്കളുടെ? അല്ല, അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആരെ വിസ്തരിക്കണം ആരെ വിസ്തരിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടതൊരു പ്രതിയല്ലല്ലോ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അപ്പോൾ അത് ആ വിധി കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് പറയാനില്ല. എന്താണ് അപ്പോൾ ഇനി കേസിലുണ്ടാവുക? ദിലീപ് കേസിൽ, ആ നടിയെ ആക്രമിച്ച കേസിൽ അപ്പോൾ ഇനി ദിലീപ് എന്തൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല, അവർ വിസ്തരിക്കേണ്ട എന്ന് പുള്ളി പറയേണ്ട കാര്യമില്ല. പുള്ളി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി അങ്ങനെ ആരെ വിസ്തരിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. നെഞ്ചു വിരിച്ച് നിൽക്കേണ്ട ആളല്ലേ. നിങ്ങൾ ആരെ വേണമെങ്കിലും വിസ്തരിച്ചോളൂ, എത്ര പേരെ വേണമെങ്കിലും വിസ്തരിച്ചോളൂ എന്നൊക്കെ പുള്ളി പറയാറുണ്ടല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആളെപ്പോഴും നെഞ്ചു വിരിച്ച് നിൽക്കണം, അയാൾ ധൈര്യമായിട്ട് നിയമത്തെ നേരിടണം എന്നൊക്കെ അഭിപ്രായം പറയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പ്രതികരിക്കാൻ ഞാൻ തയ്യാറായതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. പുള്ളി സുപ്രീം കോടതിയിലൊക്കെ എഴുതി കൊടുത്ത കൂട്ടത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ബാലചന്ദ്രകുമാർ വെറുതെ അസുഖം അഭിനയിക്കുകയാണ്,
പുള്ളിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പുള്ളി ഏതാണ്ട് ചാനലിന് ബൈറ്റ്സ് കൊടുക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതി. എനിക്ക് സംസാരിക്കുന്നതിൽ കുഴപ്പമുണ്ടെന്ന് ഞാനിതുവരെ ആർക്കും പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രശ്നം വേറെയാണ്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതെല്ലാം പരിശോധിച്ചതിന് ശേഷവും വിചാരണ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതെല്ലാം പരിശോധിച്ചതിന് ശേഷവും പുള്ളി സുപ്രീം കോടതിയിൽ ചെന്ന് വെറുതെ പറഞ്ഞു ഇദ്ദേഹത്തിന് അസുഖമൊന്നുമില്ല, വിചാരണ നീട്ടുന്നതിലേക്ക് വേണ്ടി മനഃപൂർവ്വം പുള്ളി രോഗം അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരിക്കാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വന്ന് നിൽക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഞാൻ ഡയാലിസിസ് കഴിഞ്ഞ് ഇറങ്ങിയ ആളാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് വന്നപ്പോഴാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാമെന്ന് വെച്ചത്. അല്ല, എനിക്കിനി ഒരു കുറച്ച് ദിവസം കൂടെ എന്നെ വിസ്തരിക്കൽ എന്ന് പറയുന്നൊരു ജോലി ബാക്കിയുണ്ട്. അപ്പോൾ അത് എൻ്റെ ഈ രോഗാവസ്ഥയിൽ എനിക്ക് ലോങ് ട്രാവൽ പറഞ്ഞിട്ടില്ല ഡോക്ടർ, ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്താണോ വിസ്തരിക്കുന്നത് അതോ വീഡിയോ കോൺഫറൻസ് വഴിയാണോ എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിചാരണ കോടതി ഇന്ന് തീരുമാനമെടുക്കും. ഇന്നിപ്പോൾ വൈകിട്ട് അതിൻ്റെ ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള നടപടി. അല്ല, വീഡിയോ കോൺഫറൻസ് വഴിയുള്ള സാധ്യത പരിശോധിക്കണമെന്ന് ഹൈക്കോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടം നേരിട്ട് എന്നെ വിസ്തരിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം വീഡിയോ കോൺഫറൻസിങ് അത്ര ഒരു തൃപ്തി എനിക്ക് വരില്ല. അത് എന്താണ് കോടതി തീരുമാനിക്കുന്നോ അതുപോലെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഒന്നും പറയാനില്ല. വിചാരണ കഴിഞ്ഞാൽ, എൻ്റെ ഭാഗം വിചാരണ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതിയോ? താങ്ക് യു. വിചാരണ കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പറയുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.